ഗൈസ്, ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഉച്ചത്തെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് എണീറ്റതിന് ശേഷം ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്ക് ഇന്ന് ബോണ്ട ഉണ്ടാക്കാം ചായക്കിന്ന്. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ പോക്കിട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. എനിക്കിത് ഇങ്ങനെ അപ്പം ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം, പിന്നത്തേക്ക് വെക്കുന്നത് അത്ര ഇഷ്ടമല്ല. എന്നിട്ട് അതൊക്കെ കഴുകി മുറിച്ചങ്ങാണ്ട് അതങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. ഇനി അതിലേക്കുള്ള ബാക്കി സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കുകയാണിത്. ഉള്ളിയൊക്കെ തോലൊക്കെ പോക്കിങ്ങാണ്ട് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ ആ വേസ്റ്റും ഉണ്ടാവില്ല തോലൊക്കെ, അതൊക്കെ അപ്പം തന്നെ ഒരു കവറിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങോട്ട് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് പിന്നെ ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉള്ളിയൊക്കെ ഇതാക്കി അവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീനാക്കി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് ഒന്ന് ഉടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഉടച്ചവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മസാല ഉണ്ടാക്കണതിലേക്കുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ. അതവിടെ ഉടച്ച് വെച്ച് പിന്നെ മസാല ഒക്കെ ഉണ്ടാക്കി അതിലേക്കൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടായതാണ് ഈ പാത്രങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അതും കഴുകി പിന്നെ മസാല ഇതുപോലെ ബോളായിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. അതിനുശേഷം ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ പൊരിച്ചിട്ടില്ല, ചായക്കായി കഴിഞ്ഞതിൻ്റെ ശേഷം അതങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ, അതിൻ്റെ ആ മുരിച്ചിലൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ച്. മധുരം ഞാൻ ഓൾറെഡി ഇട്ടതായിരുന്നു, കുറവായപ്പോൾ പിന്നും കുറച്ചിട്ട്. പിന്നെ ഇത് കുറച്ച് തിരുമ്പിയതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ മടക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാനിത് പൊരിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ബോണ്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചായയും നല്ല ബോണ്ടയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, ചായ കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പോയി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.